ചെയ്യും. വെളിച്ചെണ്ണ ഇച്ചിരി ചൂടാക്കിയിട്ട് അതിൽ ഇച്ചിരി കുരുമുളകും പിന്നെ വെറ്റില ഇല്ലേ അത് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് അത് വന്നിട്ട് പിള്ളേർക്ക് ഇല്ലെങ്കിൽ നമുക്കൊക്കെ ആണെങ്കിലും തലയിൽ എണ്ണ തേച്ച് കുളിപ്പിക്കാൻ. അപ്പം ഞാനിന്ന് റൈന് ഇച്ചിരി എണ്ണ തേച്ച് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഇച്ചിരി എണ്ണ ചൂടാക്കി അതിൽ ഇച്ചിരി പെപ്പർ ഇട്ടു. അത് എന്തിനാന്ന് എനിക്കറിയാൻ പാടില്ല, എന്തോ നല്ലതിനാന്ന് തോന്നുന്നു. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ ഇച്ചിരി തുളസി ഉണ്ട് പിന്നെ ഇച്ചിരി പനിക്കൂർക്കയില ഉണ്ട്, അതാണെങ്കിൽ ഇടാവുന്നത്. ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഓഫ് ചെയ്തിട്ട് അതിട്ടിട്ട് എണ്ണ തേച്ച് കുളിപ്പിക്കാൻ പോവാം റൈന്. മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനാ. ഇച്ചിരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാലയും പെപ്പർ പൗഡറും പിന്നെന്താണ് ഇച്ചിരി ചിക്കൻ മസാലയും കൂടി ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ അതിൻ്റെ ഫ്രീസറിലായിരുന്നു. തണുപ്പ് മാറിയപ്പം ഞാനിത് കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ വിട്ടാൽ മതി. എന്നിട്ട് നമുക്കിത് റോസ്റ്റോ അല്ലെങ്കിൽ കറി ഉണ്ടാക്കിയെടുക്കാം. ഞാനതിൽ ഇച്ചിരി തുളസി ഇലയും പിന്നെ 2-3 പനിക്കൂർക്ക ഇലയും ഇട്ടു. ഇങ്ങനെയാണ് അതിരിക്കുന്നത്. പിന്നെ ഞാനിതിൽ സവാള വഴറ്റുക. അതിൻ്റെ ഇടയിൽ ഇതൊന്ന് വഴണ്ടി വരുമ്പോഴേക്കും എനിക്കൊന്ന് തൈന് കുളിപ്പിക്കാനുണ്ട്. വാ അമ്മ തുറത്തി തരാം. വാ അങ്ങ് വാ ഫാൻ ഓഫ് ചെയ്തോ. ഇത് ചിക്കൻ റോസ്റ്റ് ആണോ കറിയാണോ എന്ന് എനിക്കറിയില്ല. സവാള, തക്കാളി, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ട് നല്ലപോലെ ഞാൻ വഴറ്റിയൊന്നുണ്ട്. ഇവിടെ ഞാൻ ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള ഒരു പുലാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിന് ഞാൻ ഇച്ചിരി ബീൻസും ക്യാരറ്റും പിന്നെ ബീൻസ് ക്യാരറ്റ് പിന്നെ സവോളയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. അല്ലാതെ മറ്റേ നമ്മുടെ ജീരകശാല റൈസും പിന്നെ തേങ്ങാപ്പാലും കൂടി എടുത്തിട്ടുണ്ട്. അപ്പം ഞാനത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. നമ്മുടെ കുക്കർ ഹീറ്റായി. പിന്നെ ഞാനിതിൽ ഒരു 1 to 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. അതൊന്ന് ചൂടാവുമ്പോഴേക്കും നമുക്കതിൽ പട്ട, ഗ്രാമ്പ്, ഏലക്ക പിന്നെ ബേ ലീഫും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് പച്ചമുളകും സവോളയും കൂടി ഒന്ന് അരിഞ്ഞു ഇതൊന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്യണം. ഒത്തിരി സോട്ട് ആവണമെന്നൊന്നുമില്ല, ചെറുതായിട്ട് ആ ട്രാൻസ്ലൂസൻ്റ് ആയാൽ മതി, ഒത്തിരി ആവണ്ട. ഇനി നമുക്കിതിൻ്റെ കൂടെ ഈ ക്യാരറ്റും ബീൻസും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പച്ചക്കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വാടിക്കഴിയുമ്പോൾ നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ട് അതിലിങ്ങനെ തേങ്ങാപ്പാൽ എടുത്തു. അപ്പോൾ ഇത് നമുക്ക് ഈ തിക്ക് പാലല്ല, ഇതിൽ തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്ക് എടുക്കണം. അല്ലാതെ തിക്ക് പാൽ ഒഴിച്ചാൽ ചിലപ്പോൾ അത് ഇതായി പോവും, പിരിഞ്ഞു പോവും. അതുകൊണ്ട് തിന്നും തിക്കും രണ്ടും കൂടി ആയിട്ട് നമുക്ക് 1 കപ്പ് വെള്ളം മതി. ഞാനിതിൽ 1/2 കപ്പാണ് അരി എടുത്തിട്ടുള്ളത്. അപ്പം ഞങ്ങൾക്ക് രാത്രിയിലത്തേക്ക് എന്തായാലും ചോറിൻ്റെ ആവശ്യമില്ല. എൻ്റെ ഹസ്ബൻഡും കഴിക്കത്തില്ല, ഞങ്ങളും കഴിക്കത്തില്ല. അപ്പോൾ അതിൽ നല്ലത് ഇച്ചിരി വെക്കുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെക്കുന്നത്. എനിക്ക് മോനും കൂടി മതിയാവും. അപ്പം നമുക്കിപ്പോൾ ഇതിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങി. ഞാനിപ്പോൾ ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാൻ പോവാം. ഇങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ ഇടരുത്, ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ സ്പ്രെഡായിട്ട് വേണം അരി ഇടാൻ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തോ. അപ്പോൾ ഇത് സെയിം 1:2 റേഷ്യോ ഇല്ലെങ്കിൽ 1:1.5 റേഷ്യോ നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ എടുക്കാം. അരി ചേർത്ത് കൊടുത്തു. ഞാനിതിനി കവർ ചെയ്തിട്ട് 1 വിസിൽ നമുക്ക് പ്രഷർ കുക്ക് ചെയ്യാം.
പ്രഷർ വരാൻ തുടങ്ങി. നമ്മുടെ പുലാവ് റെഡിയായി. നല്ല അടിപൊളിയായിട്ടുള്ള പുലാവ്, നല്ല ഫ്ലഫി ആയിട്ട് റെഡിയായി. നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചത് കൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ തേങ്ങാപ്പാൽ പുലാവ്. തേങ്ങാപ്പാൽ വെജിറ്റബിൾ പുലാവ്. അതെ. ചിക്കൻ റോസ്റ്റും റെഡിയായി. ആണെങ്കിൽ എല്ലാം കഴുകി എല്ലാം ക്ലീൻ ചെയ്ത് റെഡിയായപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോവാണ്. തേങ്ങാപ്പാൽ വെജിറ്റബിൾ പുലാവും ചിക്കൻ റോസ്റ്റും ആയി. ഞങ്ങൾ കഴിച്ചൊക്കെ കഴിഞ്ഞു, ഞാനും മോനും. എന്നിട്ട് ഇപ്പോൾ ബെഡ്റൂമിൽ വന്നു. കുറച്ച് നേരം ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരുന്ന് ഇവിടെ ബ്ലോഗ്സും കാറും ഒക്കെ വെച്ച് കളിച്ചിട്ട്, പിന്നെ അവന് ഉറക്കം വരുവാണെങ്കിൽ അവൻ ഉറങ്ങും, ഞാൻ അങ്ങനെ ഉറങ്ങുവാണെങ്കിൽ രണ്ടുപേരും ഉറങ്ങും, ഇല്ലെങ്കിൽ ഇല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്തിട്ട് താഴെ കളിക്കാൻ കൊണ്ടുപോകും. അങ്ങനെയൊക്കെയാണ്. ചോദിച്ചാൽ ഞങ്ങളിപ്പോൾ കളിക്കുന്നത് ലുല്ലു ഹൈപ്പർ മാർക്കറ്റ് കളിയാണ്. അപ്പോൾ ഇത് എന്താണെന്ന് ചോദിച്ചാൽ ഇത് കമ്പ്യൂട്ടർ. ഇത് വന്നിട്ട് നമ്മുടെ എന്നാ ഓൺലൈൻ പേയ്മെൻറ്റ് അല്ലെങ്കിൽ കാർഡ് വെച്ചിട്ട് ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്തിട്ട് പേ ചെയ്യുന്ന ഇത് കാർഡ് എടുക്കുന്നത്. ഇത് വന്നിട്ട് നമ്മൾ ഈ ബില്ല് ചെയ്യുമ്പം ഇങ്ങനെ ആ സെൻസർ പ്രൈസ് സെൻസ് ചെയ്യത്തില്ലേ, ആ സെൻസറാണ് ഇത്. ഇതെല്ലാം നമ്മുടെ റയൻ ബേബി ഉണ്ടാക്കിയതാണ്. കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് സെക്ഷനിൽ പറയണേ. ഇതെല്ലാം റയനാണ് ഉണ്ടാക്കിയത്. ഈ കമ്പ്യൂട്ടറും അതും ഇതെല്ലാം റയൻ കുട്ടനാണ് ഉണ്ടാക്കിയത്. വെറുതെ അവിടെ ഇരുന്ന് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു. ഇങ്ങനെ ഞങ്ങളിപ്പോൾ അവർ വെജിറ്റബിൾ കട്ട്ലറ്റ് ഉണ്ടാക്കി. എന്താണെന്ന് അറിയാൻ പാടില്ല, എനിക്ക് ബ്ലാക്ക് ടീ കുടിക്കാൻ തോന്നി. അങ്ങനെ ബ്ലാക്ക് ടീയും ചായയും മുട്ടൊന്നും പാലും എടുക്കണം. സോ ഉച്ചയ്ക്ക് ചിക്കൻ കറി ഉണ്ടാക്കി, ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയതുകൊണ്ട് രാത്രി ഒന്നും ഉണ്ടാക്കണ്ടാക്കി. ചപ്പാത്തിക്ക് മാത്രം മാവ് കഴിച്ചാൽ മതി. റയൻ താഴെ പോയി കളിക്കാൻ. അപ്പോൾ ഹസ്ബൻഡ് വരുമ്പോൾ ഹസ്ബൻഡ് കൂടെ വരും. പിന്നെ ഞങ്ങൾ കട്ട്ലറ്റ് ചായയൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ വേറെന്താണ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ടോട്ടലി ക്ലീനിങ് ഒന്നും ഞാൻ കാണിച്ചേ ഇല്ല. ചിലർ പറഞ്ഞു ഇങ്ങനെ എപ്പോഴും ക്ലീനിങ് കാണിക്കുമ്പോൾ ബോറിങ് ആയിരിക്കുമെന്ന്. അതുകൊണ്ട് ഞാൻ ക്ലീനിങ് ഒന്നും അധികം കാണിച്ചൊന്നുമില്ല. ഞാനൊന്ന് നോക്കിയുള്ളൂ. എല്ലാം കൂടി എടുത്ത് കഴിക്കാൻ ഞങ്ങള് ഫുഡെല്ലാം കഴിഞ്ഞു. എന്താ കഴിച്ചേ? ദോശയും സാമ്പാറും. അമ്മ എന്ത് കഴിച്ചു? ഇത് പിന്നെയും സെലക്റ്റഡ് കമൻസ്. പ്രഷർ കുക്കർ, ഹൗ ഐ യൂസ് മൈ പ്രഷർ കുക്കറിൻ്റെ വീഡിയോയിൽ മയിൽ കാർത്തി വന്നിട്ട് എൻ്റെ എമ്മി ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. സെയിം ക്ലാസ് അല്ല, ബാച്ച് സെയിം ആണ്. പിന്നെ ഹോസ്റ്റലൊക്കെ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. അപ്പോൾ മയിൽ കാർത്തി, ഇറ്റ്സ് യൂസ്ഫുൾ ടു മീഡിയ ഡു കിച്ചൺ ഓർഗനൈസേഷൻ വീഡിയോ. അപ്പോൾ കിച്ചൺ ഓർഗനൈസേഷൻ വീഡിയോ ഞാൻ അടുത്ത ആഴ്ച വീട്ടിൽ പോയിട്ട് തിരിച്ച് വന്നിട്ട് ചെയ്യാം. അപ്പം മയിൽ நான் வீட்டுக்கு போயிட்டு திருப்பி வந்துட்டு நான் என்னது கிச்சன் ஆர்கனைசேஷன் வீடியோ செய்கிறேன். கண்டிப்பாக பார்த்துட்டு சொல்லணும். அப்புறம் கண்டிப்பாக மெசேஜ் எனக்கு அனுப்பு ஃபேஸ்புக்கில், நீ காண்டாக்ட் நம்பர். പിന്നെ ബിന്ദു മാത്യു, കൊല്ലാം ജാനു, താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ് മീ ജാനു ബിന്ദു. പിന്നെ സുബിത സനീഷ് ചേച്ചി 3 തംസപ്പ്. പിന്നെ അഞ്ജലി ഹാൻഡി വർക്ക്സ് മലയാളത്തിൽ ചേച്ചി നല്ല വീഡിയോ ആണ്. എൻ്റെ മമ്മി പണ്ട് ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ഫുഡ് പെട്ടെന്ന് റെഡി ആവാൻ ഇങ്ങനെ ചെയ്യാറുണ്ട്. എനിക്ക് അത് ഓർമ്മ വന്നു. റിയലി എൻ്റെ അമ്മ എങ്ങനെ ചെയ്യുമായിരുന്നു. ദ കോട്ടൺ ഡയറീസിൽ നിന്നി, ലവ് ദിസ് വീഡിയോ, താങ്ക് യു സോ മച്ച് ഡാ. പിന്നെ ഇയറിങ്സിൻ്റെ വീഡിയോ നൈല ജാസ്മിൻ, സൂപ്പർ കളക്ഷൻസ്, താങ്ക് യു സോ മച്ച് ഡിയർ. പിന്നെ ഷെഹനാസ് ഷിജു, ഗുഡ് കളക്ഷൻ ഡാ, താങ്ക് യു ഡാ. റോസ് അലക്സാണ്ടർ,
കൊള്ളാം കേട്ടോ, ഗുഡ് കളക്ഷൻ. ഏഞ്ചൽ ഡസ് ആർട്ട്, wow, beautiful collections dear, love it, thank you dear. Lena lean tasty good. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ്, ലേസി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കംസ് ടു എൻ എൻഡ്. അപ്പോൾ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ മോസ്റ്റ്ലി ഇനി ഒന്നോ രണ്ടോ വീഡിയോ ആയിരിക്കും ഞാൻ ഇവിടെ നിന്ന് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ പോവും. അപ്പോൾ ഇനി നമുക്ക് കുണ്ണൂരിൽ വെച്ച് കാണാം. അല്ല, അതിന് മുമ്പ് ഞാൻ 2 വീഡിയോസ് ഇടുമായിരിക്കും. അപ്പോൾ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് subscribe to my channel. Thank you for watching. Bye bye guys. Love you all.